ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പൊതുവേ ഡീസൽ വാഹനം ഒരു കാരണവശാലും റേസ് ചെയ്യരുതെന്ന് പറയാറുണ്ട്. അതായത് വെറുതെ ആക്സിലറേറ്ററിൽ ചവിട്ടി RPM വെറുതെ കയറ്റരുത്, അല്ലെങ്കിൽ RPM ഒരുപാട് ഉയർത്തരുതെന്ന് നമ്മൾ പറയാറുണ്ട്. ഏകദേശം ഒരു 2000-2500 RPM അല്ലെങ്കിൽ ഒരു 3000 അങ്ങേറ്റം 3000 വരെ കൊണ്ടുപോയാലും കുഴപ്പമില്ല. അതിന് മുകളിലോട്ട് RPM നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതും ഐഡിയലായിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന് RPM കൊടുത്തിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഒരുപാട് പേർക്ക് ഇതുപോലത്തെ പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആർക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കാരണം പൊതുവേ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. വെറുതെ വാഹനത്തിലിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സമയം പോക്കിന് നമ്മൾ ഈ പെട്രോൾ വാഹനങ്ങളെല്ലാം ചെയ്യുന്ന പോലെ ഒന്ന് റവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ RPM ഒന്ന് കൊടുക്കും. അങ്ങനെ പെട്രോൾ വാഹനത്തിൽ അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. അത്രയും പ്രശ്നം വരുന്നില്ല എന്നല്ല, പെട്രോൾ വാഹനത്തിൽ അങ്ങനെ പ്രശ്നം വരാറില്ല. അതേ സ്ഥാനത്ത് ഡീസൽ വാഹനത്തിൽ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് വെറുതെ RPM കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോർക്ക് കൂടുതലാണ്. ഡീസൽ വാഹനത്തിന് പെട്രോൾ വാഹനത്തിനെ അപേക്ഷിച്ച് ടോർക്ക് ഭയങ്കര കൂടുതലാണ്. ഈ ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, RPM കൂടുന്നതിനനുസരിച്ച് ശരിക്കും ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഡീസൽ വാഹനത്തിനകത്തൊരു സ്പാർക്ക് ഇഗ്നീഷൻ അല്ല നടക്കുന്നത്. അതായത് സ്പാർക്ക് കൊടുത്തല്ല കത്തിക്കുന്നത്, കംപ്രഷനിലാണ് ഇഗ്നീഷൻ ഉണ്ടാകുന്നത്. അതായത് ഡീസലിനെ ഇടിച്ച് ചൂടാക്കിയാണ് കത്തിക്കുന്നത്. അങ്ങനെ കത്തുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സ് വഴി ഓയിലിൻ്റെ ഒരു ചെറിയ അംശമൊക്കെ ഇതിനകത്ത് വരികയാണെങ്കിൽ, അപ്പോൾ ഓയിലിൻ്റെ അംശം വരണമെന്നുണ്ടെങ്കിൽ ചെറിയ RPM വരത്തില്ല. RPM കൂടുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 4000-5000 RPM ജസ്റ്റ് നമ്മളൊന്ന് ആക്സിലറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓയിലിൻ്റെ പ്രസൻസ് ഏതെങ്കിലും രീതിയിൽ, അതായത് ഇൻടേക്ക് വഴി ഓയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ടെർബോ ഉള്ള വാഹനമാണ്. ടെർബോയ്ക്കകത്ത് ഇൻ്റർകൂളർ കണക്റ്റഡ് ആണ്. ഇൻ്റർകൂളറിനകത്ത് ചെറിയ ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ ഓയിലും കൂടെ കയറി കത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സിലിണ്ടർ വഴി ചിലപ്പോൾ ഓയിൽ കയറി കത്താനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ കത്തിക്കഴിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്താലും വാഹനത്തിൻ്റെ RPM താഴില്ല. വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വാഹനം സ്റ്റോപ്പ് ആകത്തില്ല. എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വർക്ക് ചെയ്ത് ഭയങ്കര പുകയൊക്കെ വന്ന് അവസാനം എൻജിൻ ഓഫായി പോകുന്നതാണ് പതിവ്. ശരിക്കും ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ കത്തുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഓയിൽ കയറി കത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടി എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷേ പലരും ഫേസ് ചെയ്യുന്നൊരു കുഴപ്പം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയത്തില്ലാതെ നിന്ന് പോകുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ മെത്തേഡ് എന്നാന്ന് പറഞ്ഞാൽ, ഉടനെ തന്നെ ഗിയറിലോട്ട് ഇട്ടോണം. ഏത് ഗിയറിലാണോ, ഫസ്റ്റ് ഗിയർ ആണെങ്കിൽ ഫസ്റ്റ് ഗിയർ, അല്ലെങ്കിൽ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ്. നമുക്ക് പറ്റുന്നൊരു സിറ്റുവേഷൻ കൂടെ നോക്കിക്കോണം കേട്ടോ. കുറേ വാഹനം ഉണ്ടെങ്കിൽ റിവേഴ്സ് ഇട്ടേക്കില്ല. ഫസ്റ്റ് ഗിയർ ഇട്ട് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ ക്ലച്ച് എന്ന് കാലെടുത്താൽ മതി. വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ആകുന്നതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, സിമിലർ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലാതെ, കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എത്ര RPM കയറി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം ഗിയർ ബോക്സ് ഉണ്ട്, ടയറിൻ്റെയൊക്കെ ലോഡ് വരുന്നുള്ളതുകൊണ്ട് നമ്മൾ ആക്സിലറേറ്റർ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു റൊട്ടേഷൻ കൂടെ വരുന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഫ്രീ ആയിട്ട് കറങ്ങത്തില്ല. അതേ സ്ഥാനത്ത് ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഐഡ്ലിംഗ് നിൽക്കുന്ന സമയത്ത് വെറുതെ RPM കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ത്രോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കും ഡീസൽ വാഹനത്തിൽ. അതുകൊണ്ട് എല്ലാവരും ഉറപ്പിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ വെച്ചേക്കുക, ഡീസൽ വാഹനം ഒരു കാരണവശാലും ത്രോട്ടിൽ ചെയ്യാൻ പാടില്ല. ഒരു RPM ഒരു പരിധിക്ക്, അതായത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ RPM കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞൊരു പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യം, ഇതെങ്ങനെ നമുക്ക് വരാതിരിക്കാൻ എന്നുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രോട്ടിൽ കൊടുക്കാതിരിക്കുക, വെറുതെ അനാവശ്യമായിട്ട് ത്രോട്ടിൽ കൊടുക്കാതിരിക്കുക. പിന്നെ ചെയ്യുന്നൊരു കാര്യം, ഇത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗിയറിലിട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ, ഇത് പറ്റിപ്പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡീസൽ വാഹനത്തിന് എഞ്ചിൻ പണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു കാരണവശാൽ അത് വരാതിരിക്കാൻ സൂക്ഷിക്കുക. ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ റൺ അവേ ഡീസൽ എന്നാണ് പറയുന്നത്. ഡീസൽ എഞ്ചിൻ, അതായത് ഡീസൽ എഞ്ചിൻ റൺ അവേ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഗതിയാണ്. അനാവശ്യമായിട്ട് ത്രോട്ടിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വാഹനം തന്നെ റേസായി പോകുന്നതിനെയാണ് ഈ ഒരു കാര്യം പറയുന്നത്.